സർവ ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ നമുക്ക് ഒന്ന് ആരാധിക്കാനായി ഈ കുറഞ്ഞ സമയം നിന്റെ ജീവിതത്തോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ആരാധിക്കുവിൻ പരമപരിശുദ്ധനായ ദൈവത്തെ, സർവ മഹത്വത്തിൻ്റെയും ഉറവിടമായ ദൈവത്തെ ആരാധിക്കാൻ നമുക്കൊരുങ്ങാം. അല്പസമയം ഞങ്ങളോടൊപ്പം നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ വാഴ്ത്താം. ആരാധനയിൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങും. യെസ്, ആരാധനയിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങും. എന്തെന്നാൽ ആരാധനയിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. ആരാധനയിൽ വസിക്കുന്ന നമ്മുടെ ദൈവം, സ്തുതികളിൽ വസിക്കുന്ന നമ്മുടെ ദൈവം, ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളെ കാണുന്ന ദൈവജനമേ, ആഗ്രഹത്തോടെ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആരാധിക്കുവാൻ അല്പസമയം ഈ തിരക്കിൽ, ഒത്തിരിയേറെ തിരക്കിലുള്ളവരാണ് നമ്മളെല്ലാവരും. ആ തിരക്കിൽ അല്പസമയം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മഹത്വപൂർണമായ ദൈവത്തെ ആരാധിക്കാനായി ഇപ്പോൾ ഇത് ആവശ്യപ്പെടുകയാണ്. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആരാധിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം തിരുവചന ഭാഗം ഇങ്ങനെ നാം കാണുന്നു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മഹത്വം അനശ്വരമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. തേജോമയനായ സർവശക്തനായ ആ ദൈവത്തെ, ആരാധ്യനായ ദൈവത്തെ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. യേശു പരാ വണങ്ങുന്നു
പരിശുദ്ധ വചനം തേനിനെയും തേൻകട്ടയേക്കാൾ മാധുര്യമുള്ള അവിടുത്തെ വചനം, ആ വചനത്തോട് ചേർന്ന് അവന്റെ കൃപയോട് ചേർന്ന് പറ്റിയിരിക്കാം. നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകല്ലേ. ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണമേ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളോടൊപ്പം ഈ സത്യദൈവത്തെ എല്ലാം നൽകി നമുക്ക് ആരാധിക്കാം. സർവവും നൽകി ആരാധിക്കാം. അവന്റെ സന്നിധിയിൽ വസിച്ച് അവന്റെ പാദങ്ങൾ ചുംബിച്ച് നമുക്ക് അവന്റെ തൃപ്പാദത്തെങ്കിലിരിക്കാം. അവൻ നമ്മെ നയിക്കട്ടെ. അവൻ നമ്മെ സഹായിക്കും. വിശ്വാസത്തോടെ ആരാധിക്കട്ടെ. സർവശക്തിയോടും കൂടി ആരാധിക്കട്ടെ. യേശുവിനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ജനമേ വന്നു ചേരുവിൻ. ഇത് ആരാധനയുടെ സമയമാണ്, അനുഗ്രഹത്തിന്റെ സമയമാണ്. നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. യേശുവേ ആരാധന. അവിടുത്തെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യെസ്, പാടിക്കേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം, യേശു മാത്രം കർത്താവെന്ന്. ചേർന്ന് പാടുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശുവേ ആരാധന, യേശു മാത്രം കർത്താവെന്ന്.
മാത്രമാണ് കർത്താവ്. വിശ്വാസത്തോടെ ആവർത്തിച്ച് പാടിക്കേ. ഇത് വലിയ അഭിഷേകത്തിന്റെ സമയമാണ്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഞങ്ങളോടൊപ്പം പാടി ആരാധിക്കട്ടെ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. പരിശുദ്ധനേ, ആരാധന, ആരാധന. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ മുട്ടുകളും മടങ്ങും, എല്ലാ നാവുകളും ഏറ്റുപാടും യേശു മാത്രമെന്ന് കർത്താവ്. ഏറ്റുപാടി ഉദ്ഘോഷിക്കട്ടെ. ഹല്ലേലൂയ. സാത്താൻ വിറയൽ കൊള്ളുന്ന യേശുനാമം, സാത്താൻ വിറയൽ കൊള്ളുന്ന യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളോടൊപ്പം യേശുനാമം പ്രാർത്ഥിക്കട്ടെ. ആമേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഒന്ന് സ്വരം ഉയർത്തി പാടി പ്രാർത്ഥിക്കാമോ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഒരിക്കൽ കൂടി. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്താവേ, എല്ലാ മുട്ടുകളും എല്ലാ മുഴങ്കാലും അങ്ങയുടെ തിരുമുമ്പിൽ മടങ്ങും. ഇന്നിപ്പോൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം പാടി ആരാധിച്ച ഓരോ ജീവിതങ്ങളെയും കർത്താവേ നിന്റെ കരുണയിൽ പൊതിഞ്ഞ് മാറ്റമില്ലാത്ത അവിടുത്തെ പരിശുദ്ധ ശക്തിയിൽ മുദ്ര ചെയ്ത് വിടിവിച്ച് സഹായിക്കണമേ. കൂടെയിരിക്കണമേ അപ്പ. അവിടുത്തെ ആരാധിക്കുന്ന ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ഇതാ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഗാനത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആരാധനായ സർവശക്തനായ ദൈവത്തെ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നാം പാടി ആരാധിക്കാൻ പോകുകയാണ്. എല്ലാ വിശുദ്ധന്മാരും സകല മാലാഖവൃന്ദങ്ങളും നമ്മളോടൊപ്പം പാടി ആരാധിക്കുന്നു. ഇത് സ്വർഗത്തിന്റെ ഒരു മുൻ അനുഭവമാണ്. സ്വർഗം ഇറങ്ങി വരുന്ന സമയമാണ് ദൈവാരാധനയുടെ സമയം. ദൈവത്തെ ആരാധിക്കുവാൻ നിന്റെ ജീവിതത്തെ നീ തുറന്നു കൊടുത്താൽ ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് പാഞ്ഞിറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അഭിഷേകം സ്വന്തമാക്കുവാൻ ഞങ്ങളോടൊപ്പം ഈ ഗാനത്തോട് ചേർന്ന് പാടി ആരാധിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 37-ാം തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെയാണ് കാണുന്നത്. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഈ ചോദ്യം യേശു നമ്മളോട് ഓരോരുത്തരോടുമാണ് ചോദിച്ചിരിക്കുന്നത്.
1 മണിക്കൂറെങ്കിലും നിനക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് കഴിയുന്നില്ല. അത്രമാത്രം നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നാം ഈ സത്യം തിരിച്ചറിയണം. നമ്മുടെ മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ മാറ്റിവെച്ച് ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അതൊരു അനുഗ്രഹമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകയാൽ ഞങ്ങളോടൊപ്പം ഈ പരിമിതമായ സമയം, വളരെ കുറഞ്ഞ ഈ സമയത്ത് നമുക്ക് ചേർന്ന് പാടി ആരാധിക്കുവാൻ നിങ്ങൾക്കും കഴിയട്ടെ. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആരാധിക്കാം. ആരാധനയുടെ നിമിഷങ്ങൾ, 1000 ആരാധന, ആത്മാവിൽ ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരോ ഉണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കുന്നവരായി തീരണം. ദൈവം നോക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നവരായി കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയവും ചിന്തയും മനസ്സും നമുക്കുള്ളതെല്ലാം നൽകി ആരാധിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആയതിനാൽ ഈ പ്രാർത്ഥന ആരാധനയോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. എല്ലാം നൽകി ആരാധിക്കുന്നപ്പ യേശുവേ, പൂർണ്ണമായി വിട്ടുതരുന്നപ്പ. ആരാധന, ആരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര
സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്രമോ ആരാധന 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 ആയിരം ആരാധന ആയിരം ആരാധന ആത്മാവിൽ ആരാധന 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 ആത്മാവിൽ ആരാധന. ഒരിക്കൽ കൂടി പാടി ആരാധിക്കാം. ആരാധന ആരാധന ആയിരം ആരാധന ആത്മാവിൽ ആരാധന 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 ആത്മാവിൽ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളായി ലോകം മുഴുവനും അങ്ങേക്ക് വേണ്ടി നിൽക്കുന്നവരായി ഞങ്ങൾ തീരട്ടെ. അതിനാൽ ഈ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. ലോകം മുഴുവനും നിനക്ക് സാക്ഷിയായി തീരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധിക്കുന്നു. തിരുനാമമെങ്ങും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. തിരുനാമമെങ്ങും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടി. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന എമ്മാനുവേലിന് ആരാധന 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 ആത്മാവിൽ ആരാധന ആയിരം ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആത്മാവിൽ ആരാധന ആരാധന ആരാധന. മാലാഖമാരോട് ചേർന്ന് അനവരതം പാടി സ്തുതിക്കുന്നു. നിന്റെ ആശീർവാദത്തിന്റെ കരം, നിന്റെ സമാധാനത്തിന്റെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.